നിർമ്മല സീതാരാമന്റെ കാലത്തുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് വട്ടപൂജ്യമായിരിക്കും എന്ന കാര്യം അറിയാം. ഈ സീസൺ അതിവേഗ തീവണ്ടിപ്പാത പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത്തരമൊരു നീക്കമുണ്ടായിരുന്നെങ്കിൽ ബഡ്ജറ്റിലാണ് വരേണ്ടിയിരുന്നത്. തലേന്ന് തിരുവനന്തപുരത്തെത്തിയ നരേന്ദ്രമോദി അതിനോട് പ്രതികരിക്കുമായിരുന്നു. അദ്ദേഹം അത് പ്രഖ്യാപിക്കുമായിരുന്നു. അത്തരം യാതൊരു നീക്കങ്ങളുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ട് കേരളത്തെ വഞ്ചിക്കാനുള്ള കുതന്ത്രമാണ് ഈ സീസണിലൂടെ ഉണ്ടാക്കിയത് എന്നാണ് ഞങ്ങൾ പ്രതികരിച്ചത്. അതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് സ്ഥലമെടുത്ത് കാത്തിരുന്നിട്ടും നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കേരളം കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് കേരളത്തിന്റെ നിലവിലുള്ള തീവണ്ടിപ്പാതകളുടെ വികാസം. അതിനെത്ര പണം തരുന്നുണ്ട്? യാതൊരുവിധ നടപടിക്രമങ്ങളും കേരളത്തിന് അനുകൂലമായി നൽകാൻ തയ്യാറല്ല. വിഴിഞ്ഞത്തിന് അധിക സഹായം നൽകാൻ തയ്യാറല്ല. നമ്മുടെ വ്യാവസായിക രംഗത്ത് വളരെ കുതിപ്പേറിയൊരു കേരളമാണ്. ആ കുതിപ്പിനൊത്ത് കേരളത്തിന് പിന്തുണ നൽകാൻ തയ്യാറല്ല. അവസാനം ഇപ്പൊ റെയറടുത്ത് ഇടനാഴിയിൽ കേരളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സൗജന്യമല്ല. റെയറടുത്തുള്ള സ്ഥലം കേരളമായതുകൊണ്ട് കേന്ദ്രത്തിന് കേരളത്തെ ഒഴിവാക്കാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു സൗജന്യമല്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ വെല്ലുവിളിക്കുന്ന ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റ് കേരളത്തെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുകയാണ്. എങ്ങനെയാണ് കേരളത്തോട് ഈ കേന്ദ്ര സർക്കാർ വിവേചനത്തോടെ വീണ്ടും വീണ്ടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് BJP ഗവൺമെന്റ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.